ഹൈ സ്റ്റുഡൻസ്, നമുക്ക് അടുത്തായി ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് ഇത് എക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. എക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ്. ദർ ആർ സോ മെനി എക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിന് വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക ധർമ്മങ്ങളുണ്ട്. എന്തെല്ലാമാണ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ, ഡെറിവേറ്റീവ് കരാറുകളുടെ എക്കണോമിക് ഫങ്ഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. The first economic function is to eliminate of derivative contract is to eliminate the risk through hedging. All of you know that derivative contracts are used for the purpose of risk management. റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ഉപയോഗിക്കുന്നത്. ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ആർ യൂസ്ഡ് ടു എലിമിനേറ്റ് ദ റിസ്ക് ത്രൂ ഹെഡ്ജിങ് ഓർ കവറിങ് ഓർ ഓഫ്സെറ്റിംഗ് ദ റിസ്ക്. റിസ്കിനെ കവർ ചെയ്യുന്നതിനോ റിസ്കിനെ ഹെഡ്ജ് ചെയ്യുന്നതിനോ എലിമിനേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഏത്, ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എന്നറിയപ്പെടുന്നത്. സോ ഫോർ ദി പർപ്പസ് ഓഫ് ദി റിസ്ക് മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുന്നു. റിസ്കിനെ കൺട്രോൾ ചെയ്യുന്നതിന്, റിസ്കിനെ അവോയ്ഡ് ചെയ്യുന്നതിന്, റിസ്കിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന്, റിസ്കിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിന് ഒക്കെ സഹായിക്കുന്നു. ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഫോർ ദി പർപ്പസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് യൂസിങ് വേരിയസ് സ്ട്രാറ്റജീസ് ലൈക്ക് ഹെഡ്ജിങ്. ഹെഡ്ജിങ് പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ് റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ ആർബിട്രേജിങ് ഒരു രീതിയാണ് റിസ്കിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അതുപോലെ സ്പ്രെഡിങ്, സ്പെക്കുലേഷൻസ്, ഇതൊക്കെ എന്താണ്, ഓരോ രീതികളാണ്. ഇത്തരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റിസ്കിനെ മാനേജ് ചെയ്തുകൊണ്ട് റിസ്കിനെ പരമാവധി ഒഴിവാക്കുക, ഇതൊരു പ്രധാനപ്പെട്ട എക്കണോമിക് ഫംഗ്ഷനാണ്. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലുള്ള പ്രധാനപ്പെട്ട എക്കണോമിക് ഫംഗ്ഷനുകളൊന്നാണ് ഇത്, ടു എലിമിനേറ്റ് ദ റിസ്ക് ത്രൂ ഹെഡ്ജിങ്. ഹെഡ്ജിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് വൺ, ടു പ്രൊവൈഡ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട എക്കണോമിക് ഫംഗ്ഷനാണ്. ഇൻക്രീസ് ഇൻ ദ ലിക്വിഡിറ്റി, എബിലിറ്റി ടു കൺവേർട്ട് അസെറ്റ് ഇൻ ടു ക്യാഷാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസിനെ മീറ്റ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കുന്ന ഒരു അവസ്ഥ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി എന്നറിയപ്പെടുന്നത്. ഡെറിവേറ്റീവ്, ഓൾ ദി ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ആർ പ്രൊവൈഡിങ് ദി ലിക്വിഡിറ്റി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കൺവേർട്ട് ഇൻ ടു ക്യാഷ് ഫ്രം ദി മാർക്കറ്റ് ഈസിലി. സോ ടു പ്രൊവൈഡ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ ഒരു ഫംഗ്ഷനാണ്, എക്കണോമിക് ഫംഗ്ഷനാണ്. ആൻഡ് ദി തേർഡ് വൺ, ടു സപ്പോർട്ട് ദ പ്രൈസ് ഡിസ്കവറി പ്രോസസ്. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു എക്കണോമിക് ഫംഗ്ഷനാണ് ഇത്, ടു സപ്പോർട്ട് ദ പ്രൈസ് ഡിസ്കവറി പ്രോസസ്. ഇറ്റ് മീൻസ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഡിസമിനേറ്റിംഗ് ദി പ്രൈസ് ഇൻഫോർമേഷൻ. പ്രൈസ് ഡിസ്കവറി പ്രോസസ്, പ്രൈസ് ഡിസ്കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്, കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. From the various factors and from the various information related to the market. മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഡെറിവേറ്റീവ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് പാസ് ചെയ്യുന്നതിലൂടെ പ്രൈസ് ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. അതോടുകൂടി എന്ത് ചെയ്യുന്നു, അവിടെ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നു, പ്രൈസ് ഡിസ്കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ദി ഫോർത്ത് വൺ, ടു പ്രൊമോട്ട് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് ഓഫ് ദി പബ്ലിക്. പബ്ലിക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റിനെ പ്രൊമോട്ട് ചെയ്യുക ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ്. ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് വി ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് അലോങ് വിത്ത് സെർട്ടൈൻ റിട്ടേൺ, അല്ലേ? റിട്ടേണും കിട്ടും, അതുപോലെ തന്നെ റിസ്കിനെയും എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് എന്ത് ചെയ്യുക, ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ വളർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ടു ആക്ട് ആസ് ആൻ എഫക്റ്റീവ് ടൂൾ ഫോർ റൈസിങ് മണി. ഫോർ റൈസിങ് മണി, ഡെറിവേറ്റീവ് കോൺട്രാക്ട് ഈസ് ആൻ എഫക്റ്റീവ് ടൂൾ. If we want to raise some money, we can use the derivative market, we can use the derivative instruments. Okay, so these are the economic functions of derivative contract. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എക്കണോമിക് ഫങ്ഷൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.